തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ വില കൊടുക്കണം. ഏതിനും വില കൊടുത്തെങ്കിൽ മാത്രമേ അതിന് അതിൻ്റേതായ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വിലയില്ലാതെ പോകുന്നതിൻ്റെ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് കാരണം അതിന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഇല്ല എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദാനിയേൽ അന്നത്തെ രാജകൊട്ടാരത്തിലെ വലിയ ആളായതുകൊണ്ട് തന്നോടൊപ്പമുള്ള എതിരാളിക്ക് അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് രാജാവിനെ പ്രീതിപ്പെടുത്തി ഒരു പണിഷ്മെൻ്റ് അവൻ്റെ മേൽ വരിക. ഈ പണിഷ്മെൻ്റ് അവൻ്റെ മേൽ വരുമ്പോൾ അവൻ ഭാരപ്പെട്ടൊന്നുമില്ല. അവൻ പതിവ് പോലെ അവൻ പ്രാർത്ഥിച്ചു. അവിടെ ആ പണിഷ്മെൻ്റ് ഒരു ക്രൂവൽ പണിഷ്മെൻ്റാണ്. സിംഹക്കുഴിയിലിടുക എന്ന് പറയുന്നത് പഴയ പേർഷ്യൻ പണിഷ്മെൻ്റാണ്. വിശന്നിരിക്കുന്ന സിംഹക്കുഴിയിലേക്കിടുക. അപ്പോൾ അന്ന് ദാനിയേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം വിശുദ്ധ ജീവിതം നയിച്ച പ്രവാചകൻ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവിടെ നിൽക്കുന്നത്. സിംഹക്കുഴി കണ്ടാലൊന്നും ദാനിയേലിനെ പേടി വരികയില്ല. ഒരു അടിമച്ചെറുക്കനായി പിടിച്ചുകൊണ്ട് വന്നതാണ്. തൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. തൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഒരാളിന് ആവശ്യമില്ലാത്ത പേടിപ്പീരിലൊന്നും ആരും അനങ്ങുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് വില കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിന്, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ എങ്ങനെ നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകാം? യേശു ചെയ്ത, യേശു പറഞ്ഞ, യേശു പ്രവർത്തിച്ച മേഖലകളിൽ നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശിഷ്യനായി മുൻപോട്ട് പോകാം. ഒരു പണിഷ്മെൻറ്റ് നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെങ്കിൽ വിശ്വസ്തനായിരിക്കണം. അവിടെ ആ പെർസിക്യൂഷന് മുൻപാകെ ആ ദാനിയേൽ പ്രവാചകനുള്ള പ്രാർത്ഥന പോലെ പ്രാർത്ഥനയോടെ ശിഷ്യത്വത്തിൽ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന വിഷയങ്ങളുടെ മേൽ, അത് നിങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള വിഷയമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക വിഷയമായിരിക്കാം, നിങ്ങളുടെ മാനസിക വിഷയമായിരിക്കാം, നിങ്ങൾ പലരും നിങ്ങളെ പീഡിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിങ്ങളൊരു ദൈവ പൈതലായിത്തീരുക, യേശുവിൻ്റെ ശിഷ്യനായിത്തീരുക, യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വിശുദ്ധ ദിവസം, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചാട്ട് അവരുടെ മല പോലുള്ള പ്രശ്നങ്ങളെ മഞ്ഞുപോലെ ഉരുകിപ്പോകട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, ബഹുമാനമുള്ള MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡ്രിഡനായിട്ടുള്ളവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ഓർഫനേജുകൾ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, ഏകാന്തതയിലായിരിക്കുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏത് മേഖലകളിലും
യേശുക്രിസ്തുവിന് വേണ്ടി രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ ശിഷ്യത്വം കാണിക്കുവാൻ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ ചെയ്യണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.